2400 കോടിയുടെ വികസന പദ്ധതി പാലക്കാടിൻ്റെ മണ്ണിൽ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ഒരാളാണ് ഞാൻ. കേരളത്തിൻ്റെ ഭൂമികയിൽ ആദ്യമായിട്ടൊരു ആരോഗ്യ മാനിഫെസ്റ്റോ ഞാൻ പുറത്തിറക്കി. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ പാലക്കാടെത്തി. പാലക്കാടിലെ ദേശീയ ആവിഷ്കൃത പദ്ധതികളിലൂടെ കേരളം എങ്ങനെ വികസിക്കപ്പെടണം എന്നതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ആ പ്രധാനമന്ത്രിയോടൊപ്പം ശോഭാ സുരേന്ദ്രൻ ഇരുന്ന ഫോട്ടോ ചില മാധ്യമങ്ങൾക്ക് അരോചകമായി. അവർ അത് കവർ ചെയ്തില്ല. അതിനുശേഷം കാർഷിക വകുപ്പ് മന്ത്രി, ഇന്ത്യയുടെ നമ്പർ 1 നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാൻ ഒരു പഞ്ചായത്തിൽ, കണ്ണാടി പഞ്ചായത്തിൽ പരിപാടിയിലേക്ക് എത്തി, പാലക്കാട് മണ്ഡലത്തിൽ. ആ പരിപാടിയിൽ മാധ്യമപ്രവർത്തകർ, ഒരു വിഭാഗം വരുന്ന മാധ്യമപ്രവർത്തകർ, അദ്ദേഹം നട്ടുച്ചയ്ക്ക് പൊരിവെയിലിനെ വകവയ്ക്കാതെ പാടശേഖരത്തിലെ കർഷകർക്കിടയിലേക്ക് ഇറങ്ങി. കർഷകർ അദ്ദേഹത്തിനോട് എന്തെല്ലാമാണ് പറഞ്ഞത്? കേരളത്തിലെ മാധ്യമങ്ങൾ, ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തോ? അദ്ദേഹം ആ കർഷകർക്ക് കൊടുത്ത മറുപടി എന്തായിരുന്നു? അതൊരു വിഭാഗം വരുന്ന മാധ്യമങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തോ? ഇല്ല.